ആയി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പിന്നെ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം JC ഡാനിയലിൻ്റെ കഥ അത് ആരും കാണാത്ത സിനിമയായി എടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് ആൾക്കാർ കാണണം, ആ കഥ ആൾക്കാർ അറിയണമെന്ന് പറയുന്ന ഒരു ദൗത്യം കൂടി ആ സിനിമയ്ക്ക് പിറകിലുണ്ടായിരുന്നു. അത് വളരെ മനോഹരമായി കമൽ സാർ അത് നിർവഹിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഈ 2 സിനിമകളിലും എൻ്റെ പ്രതീക്ഷകൾ ഈ 2 സിനിമകൾ വിജയിച്ചതോടുകൂടി തീർന്നു. ഈ അവാർഡ് ഒരു ബോണസാണ്, അത്രയേ ഉള്ളൂ. ഈ 2 കഥാപാത്രങ്ങൾ ഇത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു? ഇതിന് എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തി? ഇല്ല, ഞാൻ ആക്ച്വലി എൻ്റെ എല്ലാ സിനിമകളെയും സമീപിക്കുന്ന പോലെയാണ് ഈ സിനിമകളെ സമീപിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമകളുടെ തിരക്കഥയിലെ മികവും സംവിധായകരുടെ മികവും കഥാപാത്രങ്ങൾ എഴുതി രൂപപ്പെടുത്തിയിരിക്കുന്നതിലെ മികവും കൊണ്ട് എൻ്റെ പ്രകടനവും ഒരുപക്ഷെ നന്നായി കാണും. എൻ്റെ ഒരു പെർഫോമൻസ് നന്നായതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് അതിൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടി ചേർന്ന ഒരു ടീം എഫേർട്ട് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു ആക്ടർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ എല്ലാ സിനിമകളെയും സമീപിക്കുന്ന പോലെ ഈ 2 സിനിമകളെയും സമീപിച്ചിട്ടുള്ളൂ. 2 സിനിമകളും വിജയിച്ചു. അതിൽ എനിക്ക് അപ്രിസിയേഷൻ കിട്ടി എന്നുള്ളതിൽ വലിയ സന്തോഷം. ഇപ്പോൾ ഹിന്ദി സിനിമ അതൊരു മികച്ച കലാമൂല്യമുള്ള ചിത്രമാണ് അല്ലേ? ഒരു 2 സംസ്ഥാന അവാർഡുകളാണ് തേടി വരുന്നത്. വാസ്തവത്തിന് ഇപ്പോൾ ഇത് പൃഥ്വിയും നടന്റെ ഉത്തരവാദിത്വം കൂട്ടുന്നില്ലേ? ഇല്ല, എന്താ പറയുക, ഇപ്പോൾ ഈ വാസ്തവം എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ വേറൊരു രീതിയിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് ശേഷം അങ്ങനൊന്നുമില്ല. എനിക്കിഷ്ടം ഇപ്പോൾ എന്താ വെച്ചാൽ, ഒരു നടൻ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത്, അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ വന്നിരുന്ന സമയത്ത് നമ്മളൊക്കെ സിനിമകൾ ചെയ്തിരുന്നത് വലിയ സംവിധായകർ, വലിയ ബാനർ എന്നുള്ള അതായിരുന്നു നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം. ഞാനൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ വലിയ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുക, വലിയ പ്രൊഡക്ഷൻ കമ്പനീസിനോട് വർക്ക് ചെയ്യുക, തിരക്കഥ എന്താണ്, സിനിമയുടെ വിഷയം എന്താണെന്നൊക്കെ പലപ്പോഴും എന്നെപ്പോലുള്ള നടന്മാരെ അറിയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടാണ്. കാരണം അത്രയും വലിയ സംവിധായകരോടും തിരക്കഥാകൃത്തുകളോടും സ്ക്രിപ്റ്റ് കാണിക്കുന്നൊന്നും പറയാനുള്ളൊരു അധികാരമോ അവകാശമോ ഒന്നും അന്നത്തെ കാലത്ത് എന്നെപ്പോലുള്ള നടന്മാർക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ അത് കുറച്ചൊക്കെ ഒരു അവകാശം സ്വയം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ മാത്രം അഭിനയിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഹിന്ദി സിനിമ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വി. ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബോളിവുഡിലാണോ? ഇല്ലില്ല, ഞാൻ കൂടുതൽ ശ്രദ്ധ ഇനിയും കേന്ദ്രീകരിക്കാൻ പോകുന്നത് നല്ല സിനിമകളിലാണ്. അത് ഹിന്ദിയിലാണെങ്കിൽ അങ്ങനെ, മലയാളത്തിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ഒരു മലയാള സിനിമ കഴിഞ്ഞിട്ട് അടുത്തൊരു ഹിന്ദി സിനിമ അങ്ങനെയൊന്നും അല്ല ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കേട്ട കഥകളിൽ നല്ല കഥകൾ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മലയാള സിനിമയിൽ ഇപ്പോൾ പുത്തൻ തലമുറ സിനിമകളുടെ കാലമാണ്. ഇതിലൊരു സ്പേസ് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടോ പൃഥ്വിക്ക്? അത് നിങ്ങളാണ് പറയേണ്ടത്, എനിക്കറിയില്ല. എന്ത് തോന്നുന്നു ഈ ഒരു ട്രെൻഡിനെ പറ്റി? ഏത് ട്രെൻഡിനെ പറ്റി? ഈ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് ഉണ്ടല്ലോ മലയാളത്തിൽ. ആക്ച്വലി എനിക്ക് ഇപ്പോഴും ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടില്ല. ഈ ഒരു സിനിമ ന്യൂ ജനറേഷൻ സിനിമയായി ക്ലാസിഫൈ ചെയ്യപ്പെടാൻ എന്തൊക്കെയാണ് അതിന് സവിശേഷതകൾ വേണ്ടതെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് ഒരുപാട് യുവ താരങ്ങൾ വരുന്നുണ്ട്, ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ. എങ്ങനെ കാണുന്നു ഇവരൊക്കെ ആയിട്ടുള്ള ഒരു മലയാള സിനിമ? ഇവരൊക്കെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതിയ നടന്മാർ വരണം, കൂടുതൽ നടന്മാർ വരണം. അപ്പോൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ കുറേ പുതിയ നായക നടന്മാരെത്തി എന്നുള്ളതിൻ്റെ ഒരു വലിയ ഊർജ്ജം മലയാള സിനിമയിൽ കാണാനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും കൂടുതൽ നടന്മാർ വരണം. കോമ്പറ്റീഷൻ ഉണ്ടോ പൃഥ്വിക്ക്? ഇല്ല, കമ്പീറ്റ് ചെയ്യാൻ മാത്രം ഇപ്പോഴും ഒരു കൺജഷൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കാണ്. നമ്മൾ 80-85 സിനിമകൾ പ്രതിവർഷം നിർമ്മിക്കുന്ന ഒരു സിനിമാ വ്യവസായമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നായകന് ഒന്നിന് പുറകെ ഒന്നായി സിനിമകൾ ചെയ്താൽ പോലും 4 സിനിമകളൊക്കെ ഒരു വർഷം ചെയ്യാൻ സാധിക്കുള്ളൂ. ആ വളരെ സിമ്പിൾ അരിത്തമെറ്റിക് വെച്ച് നമ്മൾ കണക്കൂട്ടിയാൽ തന്നെ 20 നായകന്മാർ വേണ്ടേ? 20 പേര് ഇപ്പോഴും ഇല്ലല്ലോ. ഈ 2006 വാസ്തവത്തിന് അവാർഡ് കിട്ടിയതിനു ശേഷം ഇങ്ങോട്ടുള്ള 6 വർഷം താങ്കളുടെ ഇന്റർനെറ്റിലൂടെയൊക്കെ ഒത്തിരി ആക്രമണങ്ങൾ നടന്നൊരു സമയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മലയാള സിനിമയുടെ പിതാവ് എന്ന് പറയുന്ന JC ഡാനിയലിന്റെ സിനിമയിലൂടെ താങ്കൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ താങ്കൾക്ക് കൂടുതൽ സന്തോഷമുണ്ടോ? ഈ സൈബറിലൂടെയുള്ള ഒരു ആക്രമണങ്ങൾക്ക് ശേഷം? ഇല്ല, അതുകൊണ്ട് കൂടുതൽ സന്തോഷമൊന്നുമില്ല. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ? എനിക്കറിയില്ല, കണ്ടോ, എനിക്കറിയില്ല അതിനെപ്പറ്റി. താങ്കളൊരു ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടില്ല? ഇല്ല, ഞാനതിനെപ്പറ്റി അങ്ങനെ ബോധേഡായിട്ടില്ല. അപ്പോൾ ഞാൻ അത് എന്തുകൊണ്ടെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ ബോധേഡുമല്ല. JC ഡാനിയലിനാണ് ഞാൻ സമർപ്പിക്കുന്നത്. സെല്ലുലോയിഡ് എന്ന സിനിമയ്ക്കാണ് എനിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് JC ഡാനിയൽ എന്ന് പറയുന്ന മറക്കപ്പെട്ട മലയാള സിനിമയുടെ പിതാവിനാണ് ഞാൻ സമർപ്പിക്കുന്നത്.
ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത പൃഥ്വിരാജ് അഭിനയിച്ച ചിത്രങ്ങൾക്കാണ് കൂടുതൽ അവാർഡുകൾ തേടിയെത്തിയത്. അത് പൃഥ്വിരാജ് അഭിനയിച്ചുകൊണ്ടൊന്നും അല്ല, ചിത്രങ്ങൾ നന്നായതുകൊണ്ടാണ്. അത് ആ ക്രെഡിറ്റ് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. 2 സിനിമകളും നല്ല സിനിമകളായിരുന്നു. അത് അതിൻ്റെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും അതിന് നിർമ്മാതാക്കൾക്കും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ക്രെഡിറ്റ്. അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമ ശരിക്കും എനിക്ക് വളരെ സ്പെഷ്യൽ ഫിലിമാണ്. കാരണം അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അതിൻ്റെ കഥ ആദ്യമായിട്ട് സഞ്ജയ് ബോബിയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നത്. എന്നിട്ട് ഞാനാണ് ശരിക്ക് ലാൽ ജോസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുമെന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ലാൽ ജോസ് ആ കഥ കേൾക്കുകയും ലാലുവിന് അത് ഇഷ്ടപ്പെടുകയും. അപ്പോൾ ആ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. സെല്ലുലോയിഡ് ശരിക്കും ഒരു നിമിത്തമാണ്, എൻ്റെ ഒരു ഭാഗ്യമാണ്. ആ സിനിമ എന്നെ തേടി എത്തിയാണ്. കമൽ സാർ ആ തിരക്കഥ എഴുതിയപ്പോൾ JC ഡാനിയലിൻ്റെ മുഖമായി സാറിൻ്റെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ മുഖമാണെന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യം മാത്രമാണ്.